വോയിസ് ഓഫ് ചർച്ച് എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ സഭയിലെ അഭിവന്യ പിതാക്കന്മാരുടെ മനസ്സ് തുറന്നുള്ള സംസാരങ്ങളാണ്, അവരുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും സഭയിലെ ഓരോ അംഗങ്ങൾക്കും കൃത്യമായ ദിശാബോധം നൽകുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസനാധിപനായിട്ടുള്ള മോസ്റ്റ് റവറൻഡ് ഡോക്ടർ യുഹാനോൻ മാർ തേഡോഷ്യസ് ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. തേഡോഷ്യസ് പിതാവിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് പിതാവിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മൾ ഇന്ന് ഒത്തിരി മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പം 2018 ഈ ഒരു ഭദ്രാസനത്തിലേക്ക് പിതാവായി വന്ന് പുതിയൊരു നിയോഗം ഏറ്റെടുത്തതിന് ശേഷം കോവിഡിൻ്റെ ഒരു വലിയ ഒരു മഹാമാരിയുടെ കാലത്തിലൂടെ കടന്നുപോയി. വിശ്വാസ ജീവിതമൊക്കെ ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇന്ന് വീണ്ടും ആ ഒരു പഴയ ഉണർവിലേക്ക് സഭാമക്കൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെയും പിതാവ് ഈ അതിരൂപതയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ, പ്രകടമായ പല മാറ്റങ്ങൾ കാണുന്നുണ്ടാകും. ഇതിനനുസരിച്ച് നമ്മുടെ സഭയുടെ ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് പിതാവ് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാകും. അതിനനുസരിച്ച കാര്യങ്ങൾ രൂപതയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ടാകും. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പലപ്പോഴും യുവജനങ്ങൾ ദേവാലയത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. യുവജനങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യം തന്നെ വിട്ട് പുതിയ ജോലികളും പുതിയ മേഖലകളും തേടിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും ഒക്കെ കൂടുതൽ ആഴപ്പെടുത്താനും രൂപതയുടെ നേതൃത്വത്തിൽ, ഇടവകകളുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന വിശ്വാസ പരിശീലനം കൂടുതൽ ഫലമുളവാക്കുന്നതാക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനുമൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ രൂപതയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ ചോദിച്ച ചോദ്യം പല വിഷയങ്ങളെയാണ് ആശ്രയിച്ച് അതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. യുവജനങ്ങൾ, മത പഠനം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ അത് സംഗ്രഹമായി പറയാൻ അല്പപ്രയാസമുണ്ടെങ്കിലും എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത് വിശദീകരിക്കാമെന്ന് കരുതുകയാണ്. ഒന്നാമതായി ഞാൻ 2018 ഇവിടെ കോ അഡ്ജിത്തോർ ബിഷപ്പായിട്ടാണ് വരിക. 2019 ജൂൺ 12 ഈ രൂപതയുടെ 3ാം മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോവിഡ്, എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു. പക്ഷേ കോവിഡിൽ തളരാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാവുന്ന ഒരു സാക്ഷ്യമാണ്. കാരണം ദേവാലയമൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴും ഞാൻ നമ്മുടെ ദേവാലയത്തിൽ പോകാനും അച്ഛന്മാരുമായിട്ട് സംവദിക്കാനും പള്ളി തുറക്കാനും ഒക്കെയുള്ള നല്ല പരിശ്രമങ്ങൾ നടത്തി. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കോവിഡ് വന്നതെന്ന് എനിക്കറിയാം. കോവിഡ് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മളെവിടെ എത്തണം, എങ്ങനെയായിരിക്കണം, എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു. ഒത്തിരി കൂട്ടായ്മകളെ അത് ബലപ്പെടുത്തി എന്ന് വേണം പറയാൻ. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ കുടുംബ കൂട്ടായ്മകളെ അത് കുറച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയെ അത് ശക്തമാക്കിയിട്ടുണ്ട്. സഭയുടെ ചില ആർഭാട ചിന്തകളെ അത് താഴോട്ട് താഴ്ത്തിയിട്ടുണ്ട്. അത്രയൊന്നും പാടില്ല എന്ന് സഭയെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നൈമിഷികത അതും അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കോവിഡ് നമുക്ക് നൽകിയ വലിയ പാഠങ്ങൾ. കോവിഡാനന്തര കാലം എന്ന് പറഞ്ഞത് അതൊരു സത്യത്തിൽ ഒരു മുന്നേറ്റത്തിൻ്റെ കാലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഭദ്രാസനത്തിൽ കോവിഡ് കാലത്ത് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രമീകരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഓൺലൈനാണെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലുമുള്ള സമ്പർക്കങ്ങൾ ഞങ്ങൾ പുലർത്തി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ ഉണർത്താനുള്ള പല കാര്യങ്ങൾ ചെയ്തിരുന്നു. അവർക്ക് ഹോംവർക്ക് കൊടുത്തിരുന്നു ഞങ്ങൾ. പ്രത്യേകിച്ച് മീഡിയയിലൂടെ, ഓൺലൈനിലൂടെ ഈ ആഴ്ച ചെയ്ത് തീർക്കേണ്ട അല്ലെങ്കിൽ അവർ നിർമ്മിക്കേണ്ട ചില വിശ്വാസപരമായ കാര്യങ്ങൾ, അതൊക്കെ അവർക്ക് ഹോംവർക്ക് കൊടുത്ത് അവരെ എപ്പോഴും നമ്മൾ മുൻനിരയിൽ നിർത്തിയിരുന്നു. അതുപോലെ യൂത്തിനെ കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. കാരണം യൂത്തിനാണല്ലോ കൂടുതൽ ഈ മീഡിയ ലെവലുള്ള ടാലൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പിനെയും ചേർത്ത് നിർത്താൻ സാധിച്ചു.
അതുപോലെ ഞങ്ങളുടെ അൽമായ ഗണം വളരെ ശക്തമാണ്. ആ ഗ്രൂപ്പ് വളരെയധികം ഇതിന് നേതൃത്വം നൽകി. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ വിഷയം വരുമ്പോൾ അവരതിന് പിന്തുണ നൽകി. അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യം രണ്ടും കൂടെ ചേർത്ത് ഉത്തരം പറയണോ, അതാ യുവജനങ്ങൾ പലായനം ചെയ്യുന്നു, അതുപോലെ വിശ്വാസ പരിശീലനത്തിൽ നമ്മൾ വേരൂന്നി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ സഭാത്മക ജീവിതത്തിൽ എല്ലാ രൂപതകളും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് മതബോധനം, വിശ്വാസ പരിശീലനം. മതബോധനമല്ല, വിശ്വാസ പരിശീലനം എന്നാണ് അതിനെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊത്തിരി പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിലുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നല്ല മനോഹരമായ ഒരു തിരുവെഴുത്ത് എഴുതിയിട്ടുണ്ട് ഈ സൺഡേ സ്കൂൾ അധ്യാപകരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർ നമ്മുടെ സമ്പത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവ് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിക്കും മിനിസ്റ്റേരിയും എന്നുള്ള ഒരു ചാക്രിക ലേഖനത്തിൽ പഴയ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷ എന്ന രീതിയിലാണ്. ഇന്ന് നമ്മുടെ ഈ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങളുടെ കുറവ് വളരെ വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് അല്ലെ 2 കുഞ്ഞുങ്ങൾ, അവർ എത്രമാത്രം കുടുംബത്തിൽ പരിശീലിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ മതബോധനത്തിന്, വിശ്വാസ പരിശീലനത്തിന് മുഴുവൻ വിട്ടുകൊടുക്കാനാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്നത്. പള്ളിയിലെല്ലാം പഠിപ്പിച്ച് തീർക്കും, അവിടെയെല്ലാം ലഭിക്കും. പക്ഷെ അത് ലഭിക്കില്ല, അങ്ങനെ ലഭിക്കാൻ സാധിക്കില്ല. കുടുംബമാണ് ആദ്യത്തെ പള്ളി, അവിടെയാണ് ആദ്യത്തെ പരിശീലനം നടക്കേണ്ടത്. കുടുംബമാണ് ആദ്യത്തെ പള്ളിക്കൂടം, ആദ്യത്തെ വിദ്യാഭ്യാസം, അറിവ്, ജ്ഞാനം അവിടെയാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് വത്തിക്കാൻ സിനോദോസ് സഭയെ ഓർമ്മിപ്പിച്ചത്, ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചേർച്ച്, ഗാർഹിക സഭയാണ്. ഇന്ന് അവിടെ പരാജയങ്ങളുണ്ട്. അവിടെ കൃത്യമായ പ്രാർത്ഥനകളില്ല, കൃത്യമായ വിശ്വാസ പരിശീലനങ്ങൾ നടക്കുന്നില്ല. കാരണം ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുഞ്ഞിനോട് ചിലപ്പോൾ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കാണിക്കുമോ എന്ന് പേടിച്ച് നിർബന്ധം കാണിക്കില്ല. അവന് സൗകര്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അങ്ങ് കൊടുത്തു. കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന, വിശ്വാസം പറഞ്ഞു കൊടുക്കുന്ന കുടുംബങ്ങൾ ചുരുക്കമാണ്. മറ്റ് പല കാര്യങ്ങളിലേക്കും, മീഡിയയിലേക്കും മറ്റ് ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കും അവർ ശ്രദ്ധ തിരിച്ചപ്പെടുത്തേന് ഇത് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്ന് നമ്മുടെ കാറ്റക്കിസത്തിന് വിശ്വാസ പരിശീലനം ഇരിക്കുമ്പോൾ അടിത്തറയില്ലാതെ എവിടെയാ പണിയുക? അടിത്തറ പണിയേണ്ടത് വീടാണോ? വീടല്ലേ? വീട്ടിലത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടും? പള്ളിയിൽ വന്ന് നമ്മൾ പണിയുന്ന അതിൻ്റെ മുകളിലാണ്. അമ്മയും അപ്പനുമാണ് ആദ്യത്തെ അവരുടെ ഗുരുക്കൾ, അച്ഛന്മാര്, വൈദികര്. അവരെ നോക്കുമ്പോൾ അവർ വേണ്ടത്ര ഗൗരവമായിട്ട് ഇതിനെയൊന്നും കാണുന്നില്ല. എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് പോയി അല്ലെങ്കിൽ അങ്ങനെ അതിൽ തീർന്നു. പക്ഷെ കൃത്യമായിട്ട് കുഞ്ഞെ നീ വിശ്വാസം പരിശീലിക്കണം. പിന്നെ കൂടുതൽ ശ്രദ്ധ പഠന കാര്യത്തിൽ കൊടുക്കുന്നു, വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊടുക്കുന്നു, ഉയർന്ന സ്കോർ ചെയ്യണം. അതിലേക്ക് കുഞ്ഞുങ്ങളെ കൂടുതൽ അവർ ട്യൂഷന് വിടാനും ഒക്കെ അവർ പരിശ്രമിക്കുന്നു. അപ്പോൾ അവിടെ കൂടുതൽ സ്കോർ ചെയ്യാനും എൻട്രൻസ് എഴുതാനും അടുത്ത ഒരു ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാനും ചിന്തിച്ച് ഒരു ലൗകിക കാഴ്ചപ്പാടിൽ പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. കിട്ടാതെ ദേവാലയത്തിൽ വരുന്നു. അവിടെ വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ നമുക്ക്. സ്കൂളിലെ പോലെ സ്കൂളിൽ ആഴ്ചയിൽ 5 ദിവസം കിട്ടുമ്പോൾ ഇവിടെ ഞായറാഴ്ച ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ കിട്ടുന്നു. അവിടെ എന്തുമാത്രം പഠിപ്പിക്കാൻ കഴിയും? അതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഇന്ന് കുഞ്ഞുങ്ങൾ കൂടുതലും വിഷ്വലൈസ് ചെയ്ത് മീഡിയയിലൂടെ കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും അവർ പ്രാപ്തരാണ്. ജനിച്ച് വീഴുന്ന കുഞ്ഞിന് പോലും അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അമ്മ അത് ഉപയോഗിച്ച് മിടുക്കി ആയതുകൊണ്ട് കുഞ്ഞിനും അതിൻ്റെ താലന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിശീലന രീതി വളരെ വളരെ പുരോഗമിപ്പിക്കേണ്ടിയിരിക്കുന്നു, വളരെ വ്യത്യസ്തമാക്കേണ്ടിയിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പതിക്കത്തക്ക രീതിയിൽ വിശ്വാസ പരിശീലനം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. 2, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരെ നമുക്ക് കിട്ടണില്ല. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപിക എത്രമാത്രം എന്നെ വളർത്തിയെന്ന് ചോദിച്ചാൽ പരിധികളില്ല അതിന്.
കാരണം എൻ്റെ ഓരോ നോട്ടവും ക്ലാസ്സിൽ മാത്രമല്ല, ക്ലാസ്സിന് പുറത്തും അവർ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ക്ലാസ്സിന് പുറത്ത് ഞങ്ങൾ പള്ളിയിൽ ഓടി നടന്നാൽ വഴക്ക് പറയായിരുന്നു. പിടിച്ചു നിർത്തി പള്ളിയുടെ നടുവിൽ കൊണ്ട് നിർത്തി തൊഴാൻ പറയുമായിരുന്നു. പള്ളിക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടുവിലൂടെ ഓടുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തി കുരിശ് വരയ്ക്കാൻ പറയുമായിരുന്നു. അവരെയൊക്കെ കാണുമ്പോൾ വലിയ മാതൃകയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവരെ കാണുമ്പോൾ തൊഴാൻ തോന്നും, കാരണം അത്ര പേടിയുണ്ടായിരുന്നു. അവർ ഞങ്ങളെ അനുഗമിച്ചിരുന്നു. പക്ഷെ ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകർ അതൊരു കടമയുടെ ഭാഗമായിട്ടങ്ങ് പോവുക. അവർക്ക് വേറെ ജോലി തിരക്കുണ്ട്. പിന്നെ നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് എല്ലാവരും അല്ല എങ്കിൽ പോലും നല്ലൊരു ശതമാനവും ഒരു കടമ നിർവഹിക്കലായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിൻ്റെ പരാജയം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഞങ്ങൾ ഈ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുക. ഇപ്പോഴും ഹൗ ടു ട്രെയിൻ, എങ്ങനെ ഇവരെ ട്രെയിൻ ചെയ്യിക്കണം. അതുകൊണ്ട് കൂടെ അധ്യാപകരുടെ പരിശീലനവും ക്ലാസ്സും രൂപതയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ മാധ്യമ മേഖലയെ കുറച്ചൊക്കെ ഞങ്ങൾ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ഹോംവർക്ക് നൽകാനുണ്ട്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റായ ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കും. പ്രത്യേകിച്ച് അത് ലഭിച്ചത് ഈ കൊറോണയുടെ കാലത്തിലാണ്. അവർ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ ഒരു സ്കിറ്റ് എടുത്ത് അവതരിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സൺഡേ സ്കൂൾ ഞാൻ പറയുന്നത് അടിസ്ഥാനമാണ്. അവിടെ നഷ്ടം വന്നാൽ വലിയ നഷ്ടമാണ്. പക്ഷേ അതിലും അടിസ്ഥാനം കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ അത് നിർവഹിക്കപ്പെടാൻ നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്യണം. അത് കുടുംബത്തെ നമ്മൾ ഒരുക്കിയെടുക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾ തിരിച്ച് മാതാപിതാക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇതൊന്നും പ്രായോഗികമല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല. പള്ളി പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രായോഗികമല്ലെന്ന് കണ്ടാൽ, അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ഇതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലെന്ന് കണ്ടാൽ നിശ്ചയമായിട്ടും അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയില്ല. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ മാതൃകായോഗ്യരല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല. ഈ കാലഘട്ടം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ ഏറെ കേൾക്കുന്നു, ഏറെ കാണുന്നു. അവർ വിശ്വസിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ വലിയ മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ളവർ അധ്യാപകരാകണം. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ്, വല്യമ്മമാരും വല്യപ്പന്മാരും ഉള്ള വീടുകളിൽ നോക്കണം. അവർ കാർക്കശ്യത്തോട് കാര്യം പറയും. അവരത് ചെയ്യിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. പേരൻസ് പോലും അവരെ അനുസരിക്കേണ്ടി വരും. ഇന്ന് അവരുടെ ഒരു കുറവുണ്ട്. അവർ പലരും ഒറ്റയ്ക്കായിപ്പോയി. അതുകൊണ്ട് അതും ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ പരിശീലനം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട സഭയുടെ ഒരു വിഷയമാണ്, അടിസ്ഥാനമാണ്. കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. അടിസ്ഥാനത്തിൽ അത് നൽകുമെങ്കിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ അടിത്തറകൾ പാകണം അതിലൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പിതാവ് എല്ലാ വശങ്ങളും കൃത്യമായി ഒന്ന് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ഒരു അഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു അസാന്നിധ്യം നമ്മുടെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തെ വളരെയധികം ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇനി കുടുംബങ്ങളെ പരിശീലിപ്പിക്കേണ്ട ഒരു സാഹചര്യം, കുടുംബങ്ങൾ കൃത്യമായി വിശ്വാസ ജീവിതത്തിൽ വളരുന്നുണ്ട് എന്നുള്ളതും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അജപാലന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വരുന്നില്ലേ? അപ്പം അത്തരത്തിൽ കുടുംബങ്ങളെ, ഈവൻ മാതാപിതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇപ്പം ഒരു വാർഷിക ധ്യാനത്തിനപ്പുറം മാസത്തിലൊരിക്കലെങ്കിലും കുടുംബമായിട്ട് ഇടവകകളിൽ ഒത്തുകൂടുന്ന രീതിയിലോ അത്തരത്തിലുള്ള ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യകതയില്ലേ? അത് എത്രത്തോളം പ്രായോഗികമാണ്? പിതാവ് എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണത്. ഞാൻ എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സമഗ്ര വിശ്വാസ പരിശീലനമാണ് സഭയിൽ നടക്കേണ്ടത്. അതിന് ഫാമിലി ഓറിയൻറ്റഡ് ആണെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഇപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ഭദ്രാസനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് അതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം ഞങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കുടുംബങ്ങൾ കുറവാണ്. ആ കുടുംബങ്ങൾ അച്ഛന്മാർ സന്ദർശിക്കണമെന്ന ഉറപ്പാണ് ഞങ്ങൾക്ക്. അത് ഒരു അലിഖിത നിയമം കൂടിയാണ്. വീട് കുദാശയ്ക്ക് അച്ഛൻ പോകുന്നു എന്ന് മാത്രമല്ല, ഓരോരോ അവരുടെ ആവശ്യങ്ങളിലും അവിടെ എത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി പണ്ട് പുരാതനമായിട്ട് മലങ്കരയുടെ പൈതൃകത്തിലുണ്ട്. അതൊന്ന്. രണ്ട്, ഇവരുടെ ഒരു വൈദികൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ സിറോ മലബാർ സഭയിലോ ലത്തീൻ സഭയിലോ അവർക്ക് എണ്ണം കൂടുന്നത് കൊണ്ട്, കുടുംബങ്ങൾ കൂടുന്നത് കൊണ്ട് വ്യക്തിപരമായൊരു ശ്രദ്ധ, കുടുംബപരമായൊരു ശ്രദ്ധ നേരിട്ട് കൊടുക്കാൻ എത്രമാത്രം കഴിയുമെന്ന് ചോദിച്ചാൽ പ്രയാസമാണ്.
പക്ഷേ ഞാൻ പറയും, അൽമായരെയും റിലീജിയസിനെയും വൈദികരും ചേർന്ന്, ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു ഫോക്കസിലേക്ക് നീങ്ങാതെ സഭയുടെ വളർച്ച, വിശ്വാസ പരിശീലനം മുന്നോട്ട് പോകില്ല. ബേസിക് ഫോർമേഷൻ, കാരണം ഫാമിലി ഈസ് ദ ബേസിക് കമ്മ്യൂണിറ്റി. അവിടെ തൊടാതെ നമുക്ക് മറ്റെങ്കും തൊടാൻ പറ്റില്ല. അവിടെ നമ്മൾ സ്പർശിക്കണം. അതിനെന്താ വഴിയെന്ന് ചോദിച്ചാൽ സഭ ഒന്നാകെ ഈ ഒരു ശ്രദ്ധയിലേക്ക് വരണം. പരിശുദ്ധ പിതാക്കന്മാരെപ്പോഴും ഈ ഫാമിലി ഓറിയൻറ്റഡ് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പായും എല്ലാം കുടുംബ വർഷങ്ങളൊക്കെ പ്രഖ്യാപിച്ചതിൻ്റെ കാരണം ഓരോ കുടുംബം ശ്രദ്ധിക്കപ്പെടണം. അവിടെ പ്രായമുള്ളവരുണ്ട്, അവിടെ പേരൻസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മാനസികമായ തകരാറുകൾ വന്നവരുണ്ട്. അവരെ ഒന്ന് ബലപ്പെടുത്തി കഴിഞ്ഞാൽ സഭ ബലപ്പെടും. കാരണം അവരാണ് സഭയുടെ അടിസ്ഥാനം. അപ്പോൾ കുടുംബത്തിലേക്ക് സഭ നോക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം. ഞങ്ങളുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ഞായറാഴ്ച ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വെച്ച് ആ ദിക്കിലുള്ള, പ്രത്യേകിച്ച് ആ ദിശയിലുള്ള 10, 20, 30 കുടുംബങ്ങൾ അവിടെ കൂടി അവർ വചനം വായിക്കും, പഴയ നമ്മുടെ പാട്ടുകൾ പാടും, പങ്കുവയ്ക്കും, പ്രശ്നങ്ങൾ അവിടെ വെച്ച് ചർച്ച ചെയ്യും. ഒരു നല്ല ആദിമസഭയുടെ ഒരു ചിത്രം നമുക്കവിടെ കാണാം. ആദിമസഭ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അപ്പം മുറിച്ച് അവരുടെ വിഭവങ്ങൾ പങ്കുവെച്ച് അവർ സന്തോഷത്തിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും വളർന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രക്രിയ ഞങ്ങളുടെ സഭയിൽ ശക്തമായിട്ടുണ്ട്. ഇപ്പം ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഈ കൊറോണ കാലത്ത് വന്നതിന് ശേഷം. എങ്കിലും അത് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം ഞങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ശക്തമാക്കുക എന്നുള്ളത് വലിയൊരു ആശയമാണ്. ലത്തീൻ സഭയിൽ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. അത് വളരെ പ്രബലമായി വന്നിരുന്നതാണ്. ഇപ്പോൾ അതിന് ചെറിയ കുറവുകൾ വന്നിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തിയാൽ അതിനെ രൂപപ്പെടുത്താൻ സാധിക്കും. പള്ളിയോഗം എന്നൊക്കെ പറഞ്ഞ് സീറോ മലബാർ സഭയിൽ നമുക്ക് ഔദ്യോഗികമായ പല കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെയുള്ള കൊച്ചു കുടുംബ കൂട്ടായ്മകളിലേക്ക് നമ്മുടെ ശ്രദ്ധ എപ്പോൾ തിരിയുമോ അവിടെ കാറ്റഗറ്റിക്കൽ ഫോർമേഷൻ നടക്കും. കാരണം നമുക്ക് സംവേദനം എളുപ്പം എപ്പോഴും ചെറിയ ഗ്രൂപ്പുകളിലാണ്. പ്രത്യേകിച്ച് കുടുംബത്തിനുള്ളിലേക്ക് വന്ന ഒരു വൈദികൻ വന്ന് കാര്യങ്ങൾ പറയാമെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരും, ഒത്തിരി ചിന്തകൾക്ക് തന്നെ മാറ്റങ്ങൾ വരും. ആ ഒരു ബന്ധത്തിൽ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. കാരണം സഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ, ഭിന്നതകൾ, ഇതൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഈ വൈദികരോട് തന്നെ അവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഞാൻ ഭവനത്തിലൂടെ പ്രവേശിക്കാതിരുന്നാലോ അവരുമായിട്ടുള്ള ബന്ധം മുറിച്ചാലോ വീണ്ടും അത് അന്യമായി പോവുകയുള്ളൂ. അതുകൊണ്ട് അന്യമാകാതെ ഒരു വിറ്റ്നസ്സിങ്, അതായത് ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു കാറ്റക്കിസം, വിശ്വാസം ജീവിക്കുന്ന അച്ഛൻ, ആ അച്ഛൻ്റെ സാന്നിധ്യം, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം, പ്രബുദ്ധരായ അൽമായരുടെ സാന്നിധ്യം, ഇവരിലൂടെ നമുക്ക് കുടുംബത്തെ, ആ അടിത്തറയെ ബലപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറ്റിക്കൽ ഫീൽഡ്, പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനം ശക്തമാകും. വിശ്വാസത്തിന് അടിത്തറ ഇട്ട് കൊടുക്കണം. തീർച്ചയായും ബാക്കിയൊക്കെ പിന്നീട് അടിത്തറ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പണിയാൻ കഴിയും. അതിന് ബാക്കിയുള്ളത് പള്ളിയിൽ വന്ന് നമ്മുടെ ഒരുമിച്ചുള്ള കാറ്റക്കിസം ഫീൽഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഇന്ന്, പണ്ടൊക്കെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ MBBS കഴിഞ്ഞൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ച് പോയിരുന്നത്. ഇപ്പോൾ അത് നമുക്ക് +2 കഴിയുമ്പോൾ തന്നെ വിദേശത്തേക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ പോയി പഠിച്ച് ജോലി നേടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ഗ്രാൻഡ് പാരൻസ് ഇല്ലാതെയായപ്പോൾ കുടുംബങ്ങളിൽ വിശ്വാസം ജീവിതത്തിന് മങ്ങലേൽക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളെ കൂടി വിട്ട് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോരുന്നതിനേക്കാൾ അപ്പുറത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് അവിടുത്തെ യുവജനങ്ങൾ പോകുന്നത്. അവരെ കൃത്യമായി നിയന്ത്രിക്കാനോ ഗൈഡൻസ് കൊടുക്കാനോ ഒരുപക്ഷെ ആരും ഉണ്ടാകണമെന്നുമില്ല. പലരും അവിടെ ചെന്ന് പലതരത്തിലുള്ള കേസുകളിൽ പെടുന്നതും കുറ്റകൃത്യങ്ങളിൽ പെടുന്നതും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പല കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി പോകുന്ന, കുടിയേറി പോകുന്ന യുവജനങ്ങളുടെ
ഒരു 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 സാഹചര്യം, ആ ഒരു പ്രവണത സഭയെ ഏത് രീതിയിൽ ബാധിക്കും? ഈ പോകുന്ന യുവജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന, ചെന്ന് പെടുന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ സാക്ഷ്യജീവിതം നയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവരെ എങ്ങനെയൊക്കെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും? ഈ ഒരു മേഖലയെക്കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാടുകളും ആശങ്കകളും ഒക്കെ എന്താണ്? കാലികമായ ഒരു വിഷയമാണിത്. ഇത് നമ്മൾ അവധാനപൂർവ്വം കുടുംബമായും ഇടവകയായും സഭയായും ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. മറ്റ് സഭാവിഭാഗങ്ങളെ, സമുദായങ്ങളെ, മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് ക്രൈസ്തവർക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ നഷ്ടം സംഭവിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കൂടുതൽ മക്കൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ എണ്ണം കുറവാണ്. ഇതോടുകൂടി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പള്ളി, നമ്മുടെ ഇടവക ചുറ്റുപാടുകൾ, സഭാജീവിതം തന്നെ നിർജീവമാകുക. യുവജനങ്ങളെന്ന് പറയുന്നത് ഒരു ഊർജമാണ്. അവരുടെ ഊർജം ഇടവകയ്ക്ക് നഷ്ടപ്പെട്ടാൽ അത് വളരെ വലുതായി വാർദ്ധക്യം ബാധിച്ച ഒരു സഭയായി നമ്മൾ. മാത്രമല്ല, അടുത്ത ഒരു തലമുറ എങ്ങനെ വാർത്തെടുക്കപ്പെടും? അപ്പം ഇതിന് സഭ മാത്രമാണോ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ അല്ല. ദെർ ആർ സോഷ്യൽ റീസൺസ്, സാമൂഹിക കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, എക്കണോമിക്കൽ റീസൺസ് ഉണ്ട്, സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. കാരണം ഒന്ന്, കുടുംബത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ചിന്താഗതി, വളരണം, ഉയരണം, പുറത്തു പോകണം, കാശ് സമ്പാദിക്കണം, ഇങ്ങനെയുള്ള മൂല്യങ്ങളിലാണ് പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധ പതിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള വഴി എന്താ? ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ലോട്ടറി വിൽക്കപ്പെടുന്ന രാജ്യം ഏതാ? പ്രദേശം ഏതാ? കേരളമാണ്. കാരണം പെട്ടെന്ന് ഉയരണം, പെട്ടെന്ന് വളരണം, പെട്ടെന്ന് കാശുണ്ടാകും. ഇത് കുടുംബത്തിൽ വന്ന ഒരു മൂല്യച്യുതിയുടെ ഭാഗമാണ്. അതിലേക്കാണ് കുഞ്ഞുങ്ങളും വീണിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ കൂട്ടുകാർ പുറത്തേക്ക് പോകുമ്പോൾ അവർ ഇങ്ങോട്ട് അവിടെയുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുക്കും, അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. ദേ ആർ ഫ്രീ ദെയർ. പക്ഷേ ഇവിടെ കഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർ അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ ഉച്ചവരെ പഠിക്കും, പിന്നെ ഹാഫ് ടൈം ജോലി ചെയ്യും, തണുപ്പും പ്രതിബന്ധങ്ങളും ഒക്കെ സഹിച്ച്. ഇവിടെയൊക്കെയാണ് അവരങ്ങനെ പിടിച്ചു നിൽക്കില്ല. അവിടെ ഏത് കഷ്ടപ്പാടും സഹിച്ച്, കാരണം അവരുടെ ലോകമാണ്, അവർക്ക് ഫ്രീഡം ഉണ്ട്, കറങ്ങി നടക്കാം, ആരും ചോദിക്കാനില്ല. ഈ ഒരവസ്ഥയാണ്. പണം സമ്പാദിക്കാം, പക്ഷേ ഈ പോകുന്നവരാരും തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയും നമുക്കില്ല. കാരണം അവിടുത്തെ ഒരു മാസ്മരികമായ പ്രപഞ്ചം, ഒരു ഫ്രീഡം, ഒരു എക്കണോമിക് ബെനഫിറ്റ്, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവിടെ അങ്ങ് കൂടാനാണ് പ്ലാൻ. അങ്ങനെയാണ് നമ്മുടെ മിക്ക കുടുംബങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ രാഷ്ട്രീയം ഇവിടെ അധപതിക്കും, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് താഴോട്ട് പോകും, നമ്മുടെ ശാസ്ത്രീയ സാങ്കേതിക മേഖല ഒക്കെ തണുത്തു പോകും, നമ്മുടെ വിശ്വാസ ജീവിതം, സഭാജീവിതം തന്നെ വളരെയധികം പ്രതിസന്ധി അനുഭവിക്കും. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സഭയായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന വിഷയമാണ് ഇതെങ്ങനെ ഈ കുഞ്ഞുങ്ങൾ. ഒന്നാമത്തെ വിഷയം, ഇവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഇവിടെ കാര്യങ്ങൾ ലഭിക്കും, ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, ജോലി ചെയ്താൽ കാശ് കിട്ടും എന്നുള്ളൊരു സ്ഥിതി വരുത്തണം. പക്ഷേ അത് സഭയ്ക്ക് മാത്രം കഴിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ അനുകൂലമല്ല. ഇവിടെ ഒന്നും തുടങ്ങാൻ സാധിക്കുന്നില്ല. അവരധ്വാനിച്ചാൽ കാശ് കിട്ടുന്നില്ല. പിന്നെ മറ്റ് രീതിയിൽ കുൽസിതമായ മാർഗങ്ങൾ, കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ വന്നു കയറുമ്പോൾ അവരുടെ ജോലി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു, സ്ഥിരതയില്ലാതെ പോകുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവരെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ വേണ്ട പ്രേരണ നൽകി അവർക്ക് വേണ്ട സഹായം ചെയ്യണം. അവർക്ക് ജോലി കിട്ടുന്നൊരു ഉറപ്പ് വേണം. ഈ പഠനം കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥിതിയുണ്ട്, അടുത്ത ഒരു വഴിയിൽ കൂടെ മുന്നേറാൻ കഴിയും, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെയെല്ലാം നിലനിർത്താനുള്ള വഴി ഗവൺമെൻറ് കൊടുക്കും. അതുപോലെ നമ്മുടെ സഭയിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇടവകയോട് ചുറ്റും ചേർന്ന് ഇവർക്ക് പ്രത്യേകിച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്താൽ അവർ കുറച്ചും കൂടെ അവരിൽ തന്നെ ആശ്രയിക്കുന്നവരാകും. ഒരു സാധ്യതയുമില്ലാത്തത് കൊണ്ടാണ് മിക്ക കുഞ്ഞുങ്ങളും പുറത്തേക്ക് പോകുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോകുന്നു, വീണ്ടും കടമാകുന്നു, പലരും ഗതി പിടിക്കാതെ പോകുന്നു.
ഗതി പിടിച്ചവരൊക്കെ ചുരുക്കമാണ്. ഞാൻ പുറത്ത് കുറേ കാലം പഠിച്ച ഒരു ആളായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, വിചാരിക്കുന്ന പോലെ ഈസിയൊന്നും അല്ല അവിടുത്തെ ജീവിതം. വളരെ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത്. എങ്കിലും അവർ പുറത്തറിയിക്കാതെ ഇങ്ങനെ പോവുക. കാരണം ഇവിടെ വന്നാലും വേറെ അവർക്ക് സാഹചര്യങ്ങളൊന്നുമില്ല. വീട്ടിലെ സ്ഥിതി അത്ര ശോചനീയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ കുറച്ചും കൂടെ പ്രതിബദ്ധതയോടുകൂടി പരിശ്രമിക്കണം. സഭാ നേതാക്കന്മാർ ഇത് ഒരു ഉണർത്തുപാട്ടായിട്ട് എപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സംസാരിക്കണം. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധം പുലർത്തി ഇവിടെ ഒരു സാഹചര്യം അവർക്ക് ഒരുക്കുവാൻ സഭയായിട്ട് ചില പരിശ്രമങ്ങൾ നടത്തണം. സഭയുടേതായിട്ട് നമ്മുടെ സാമൂഹ്യ സേവന രംഗങ്ങളും അതുപോലെ ചില തലങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കണം. ഇനി ഏറ്റവും അവസാനമായി ഇതേക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് തടയാൻ പറ്റില്ല. കാരണം അത് ലോകം ആസകലമുള്ള ഒരു പ്രതിഭാസം കൂടിയാണ്. ഒരു കുത്തൊഴുക്ക് ഇവിടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പലയിടങ്ങളിൽ നിന്നും പുതിയ രാജ്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാസിനേഷൻ. ചിലരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അവരെ അനുഗമിക്കാൻ സഭയ്ക്ക് കഴിയണം. അവരെ അനുഗമിക്കാൻ, ഇവരെവിടെ പോകുന്നു അവിടെ നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ കഴിയണം. അപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അതിൽ ഇവരെ ചേർക്കാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അതുകൊണ്ടിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ യൂറോപ്പിൻ്റെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ കൂടിയാണ് ഞാൻ. അവിടെ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഓസ്ട്രിയയിലും ഒക്കെ ഞങ്ങളുടെ യുവജന സംഘടന ശക്തമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അവിടെ അതിൻ്റെ ലേബലിൽ ആ ഫ്ലാഗിൻ്റെ കീഴിൽ ഒന്നിച്ചു കൂട്ടാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ കുർബാനയും നമ്മുടെ പൈതൃകവും അവിടെയും പരിശീലിക്കാൻ, നഷ്ടപ്പെട്ടു അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ല ഇടയൻ്റെ ചിത്രം, ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നതും പരിശീലിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ നല്ലൊരു പരിധി വരെയുള്ള ഞങ്ങളുടെ യുവജനങ്ങളെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നു. അവിടെയും അവരുടെ കൂടെ പോയി അവരെ സഹായിക്കുക, അവരെ നിയന്ത്രിക്കുക, അവർക്ക് വേണ്ടുന്ന ആത്മീയ സാരോപദേശങ്ങൾ നൽകുക എന്നൊരു ചിന്തയാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. അത് മൂവാറ്റുപുഴയുടെ പദ്ധതിയും കൂടിയാണ്. തീർച്ചയായിട്ടും. ഒപ്പം ഈ ഒരു യുവജനങ്ങൾ പലരും പോകുന്നത് അവരുടെ മാതാപിതാക്കൾ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം കാർഷിക മേഖലയിൽ ജോലി ചെയ്തിട്ടും അവർക്ക് നല്ലൊരു സമ്പാദ്യം നേടിയെടുക്കാനോ ഒരു ജീവിത പുരോഗതി നേടിയെടുക്കാനോ സാധിക്കുന്നില്ല. കാർഷിക മേഖലയിൽ ഉള്ള ഒരുപാട് പേരുടെ മക്കൾ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് മനസ്സുമടുത്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ മനസ്സുമടുത്ത് അവരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ വലിയ കടക്കിണിയിലാവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ ഒരു സവിശേഷത കൊണ്ട് മനസ്സുമടുത്ത് പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സർക്കാരുകളും അതുപോലെ സഭാ നേതൃത്വവും സാമുദായിക പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന എല്ലാ വ്യക്തികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയമല്ലേ? സംശയമൊന്നുമില്ല. അതിന് നമ്മൾ സഭ മാത്രം വിചാരിച്ചാൽ നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പോസിറ്റീവ് ഒരു പ്രതീക്ഷ നൽകാൻ സാധിക്കും. നിന്നാൽ പ്രയോജനമുണ്ട്. പിന്നെ ചില മൂല്യങ്ങളുണ്ട്. അമ്മയും അപ്പനെ ആര് നോക്കും, ഗ്രാൻഡ് പേരൻസിനെ ആര് നോക്കും, അത് കൊടുക്കാനും നമുക്ക് കഴിയണം. അത് പള്ളിയിൽ നിന്നും നമ്മുടെ കൂട്ടായ്മയും നമുക്ക് നൽകണം. എങ്കിലും ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വങ്ങൾ ഉണരാതെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ ചെലവ് വളരെ കൂടുതലാണ്. മാത്രമല്ല പഠിച്ചിറങ്ങി വരുമ്പോൾ അവർക്കൊരു ജോലി സാധ്യത അവരുടെ മുന്നിലില്ല. പിന്നെ കുടുംബത്തിൻ്റെ വലിയ ബാധ്യതകൾ, കൃഷി മേഖല ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. വന്യമൃഗത്തിൻ്റെ ശല്യം കൊണ്ട് നമുക്കറിയാം എത്ര പേരാ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് ഈ ദിവസങ്ങളിലെല്ലാം വാർത്ത നമ്മൾ കേൾക്കുന്നു. പിന്നെ ബഫർ സോൺ വിഷയങ്ങൾ, പിന്നെ പ്രകൃതി ക്ഷോഭങ്ങൾ, ഇതെല്ലാം കൂടെ കടന്നു വരുമ്പോൾ കർഷകൻ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. ആവറേജായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന അവന് ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലുമുറിയെ പണിയെടുത്താലും അവന് ആവശ്യത്തിനുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ കഴിയുന്നില്ല. ഇത് മനസ്സിലാക്കിയാണ് കുഞ്ഞുങ്ങൾ ഓടുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേറെ വഴി നമ്മൾ കാണിച്ചു കൊടുക്കാൻ അടുത്ത ഒരു ഓപ്ഷൻ ഗവൺമെൻറ്റിനും സമുദായത്തിനും സമൂഹത്തിനും സാധിക്കുമെങ്കിൽ ദേ വിൽ ബി ഹിയർ. കുറേ കഴിയുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഒഴുക്ക് അവർ തന്നെ നിർത്തും. ജർമ്മനിയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ട് കുറച്ച് നിർത്തിക്കഴിഞ്ഞു. കാനഡ അധികം വൈകാതെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഇവരൊക്കെ നിർത്തിക്കഴിയുമ്പോൾ പിന്നെ ഇവരെവിടെയൊക്കെ പോകും? സോ വി ഹാവ് ടു ഫൈൻഡ് ആൻ ഓപ്ഷൻ. നമ്മൾ പുതിയൊരു പദ്ധതി രൂപവൽക്കരിക്കേണ്ടിയിരിക്കുന്നു.
ഇടവകയുടെ ചുറ്റുപാടുകളിലും നമ്മുടെ പള്ളികളുടെ ചുറ്റുപാടുകളിലും ഒക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കണം. ഇവർക്ക് ശുഭാപ്തി വിശ്വാസം നൽകണം. ഗവൺമെൻറ്റിനെ നമ്മൾ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇതിനകത്ത് ഇടപെടുത്തണം. സമുദായ നേതാക്കന്മാർക്ക് ഇതിനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പിതാവേ, നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർക്കും ഒത്തിരി കാര്യങ്ങൾ പിതാവ് പറയുന്നത് കേൾക്കണം എന്ന ആഗ്രഹമുണ്ടാകും. വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിൽ പിതാവുമായി കൂടുതൽ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, സംസാരിക്കാം. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക.